അടിപൊളി സൂപ്പർ ബിരിയാണി. ഓക്കെ ഓക്കെ. ശ്രീരാജ് നമ്മുടെ അനിയൻ പോവാണ്. അപ്പോൾ ഞങ്ങൾ കൃഷ്ണഗീതം അച്ചാറിനെ പറ്റിയിട്ട് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിരുന്നു. അടിപൊളി അച്ചാറാണ്. നമ്മുടെ ഒരു സബ്സ്ക്രൈബറുടെ സംരംഭമാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇങ്ങനെ അനിയൻ നാട്ടിൽ വന്നു, അനിയൻ ഇത്രാം തീയതി പോകുന്നൊക്കെ നമ്മൾ വീഡിയോയിൽ പറഞ്ഞപ്പോഴേ അശ്വിൻ അല്ല അപ്പോൾ എൻ്റെ പേര് അശ്വിൻ ദാസ് അനിയന് ഗൾഫിൽ കൊണ്ടുപോകാനായിട്ട് സ്പെഷ്യലായിട്ട് കുറച്ച് അച്ചാറുകളിവിടെ അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു അശ്വിൻ, വളരെ വളരെ സന്തോഷം. ഇവനാണെങ്കിൽ നാട്ടിൽ വന്ന് പോകുമ്പോൾ ഒരു ലോഡ് സാധനം കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ അതിൽ പ്രാവശ്യം അച്ചാറും കൂടി ആയിക്കോട്ടെ. ആ പച്ചക്കത്തില്ലേ ഇവൻ കൊണ്ടുവന്ന പുതിയത്, അതെടുത്തോ? ഞാൻ തന്നെ ഇത് ആദ്യമായിട്ട് ഉപയോഗിക്കാം. ഓ ശ്രീരാജ ഇടല കൊണ്ടാട്ട മുളക് കേട്ടോ. അത് നമ്മൾ സാധാരണ വാങ്ങുന്ന മുളക് പോലെയല്ല, നല്ല അടിപൊളി സാധനമാണ്. കൊണ്ടാട്ട മുളക് ഉണ്ട് അടുത്ത പാക്കറ്റ്. ആ ടേപ്പൊക്കെ ഉണ്ട്. വീണ്ടും ഒരു കൊണ്ടാട്ട മുളക് ഉണ്ട്. 2 ടൈപ്പ് കൊണ്ടാട്ട മുളകാണോ അത് 2 പാക്കറ്റാണോ എന്നറിയില്ല. പിന്നെ അമ്പഴങ്ങ അച്ചാർ, കടുമാങ്ങ, ഇത് അമ്പഴങ്ങ, കടുമാങ്ങ, കണ്ണിമാങ്ങ നിനക്ക് ഇഷ്ടമല്ലേ? നാരങ്ങ അച്ചാർ ഇനിണ്ടാ ഇതിലോടാ. അത്യാവശ്യം കുറേ അച്ചാറുണ്ട്. ഒരു 2 മാസം കൂട്ടാനുള്ള അച്ചാറുണ്ടല്ലേ ശ്രേയ? 2 അതിൽ കൂടുതലുണ്ട്. അപ്പോൾ ശ്രീരാജന് എന്തായാലും ഒരു 5-6 മാസത്തേക്കുള്ളായി അല്ലേ? അപ്പോൾ കൃഷ്ണഗീതം അച്ചാറിൻ്റെ നമ്പർ, വാട്സപ്പ് നമ്പറൊക്കെ ഇതിലുണ്ട്. പരമ്പരാഗതം, പരിശുദ്ധം, സ്വാദിഷ്ടം. ഈ കടുമാങ്ങയുടെ പ്രൈസ് 1/2 കിലോന് 255 രൂപ, അമ്പഴങ്ങ 205, ചെറുനാരങ്ങ 155, ഒക്കെ 1/2 കിലോൻ്റെയാണ് പ്രൈസ് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു വാട്സപ്പ് നമ്പറിലോ ലാൻഡ് ലൈനിലോ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ശ്രീരാജ് ഒരാഴ്ചത്തെ ലീവ് കഴിഞ്ഞ് പോവാണ് അല്ലേ അമ്മ? പ്രത്യേകിച്ച് എന്തെങ്കിലും സങ്കടം? ജോലിക്ക് പോകണല്ലോ, എൻ്റെ ഭാവി ഇതാവുണ്ട്, നമ്മുടെ ഭാവി. ബാബാ ഇറങ്ങാം, സമയമായി. ഡാഡി പറഞ്ഞൊരു ടോണായില്ല അമ്മ. ഒരു സൈഡിലോട്ട് കരം പിടിക്കും, ഇപ്പുറത്തേക്ക് ലോഡ് പിടിക്കും. ഇല്ലില്ല, വേറൊന്നുമില്ല. ഇവിടെ അങ്ങോട്ടൊന്നുമില്ല, അവിടെ ഇങ്ങോട്ടല്ലേ ഉള്ളൂ. ഇതേ വരുന്നുണ്ട്, ഗേറ്റ് അടച്ചിട്ട് ലോക്ക് ചെയ്ത് വരുന്നു. ദീപോ എന്താ നീ ഇത്ര ലേറ്റ്? ഹായ് പപ്പിൾക്കം, കയറി നീ നടുവിലിരുന്നാൽ മതി. ഓൺലൈൻ എടുത്തിട്ടുണ്ടോ മറ്റേത്? ഇല്ല, അത് ഇന്ത്യക്ക് വേണ്ടി ഞാൻ നോക്കിയില്ല. അങ്ങനത്തെ ഇഷ്യൂ ഇല്ലേ? സത്യത്തിൽ ഇതുവരെ എയർപോർട്ട് യാത്രയിൽ ഞാനും ദീപു ഒരുമിച്ച് ഇരുന്നിട്ടില്ല. ഇനി ആരൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല, ദീപു സീറ്റ് വിട്ടു തരില്ല അല്ല ദീപു? നമ്മ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിക്കണ്. തളിക്കുളത്തെ മണ്ണന്തരികളൊക്കെ ഇപ്പോഴാണ് ക്ലിയറായിട്ട്. തിമിരത്തിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേ, അതായത് 1-2 വർഷം കഴിഞ്ഞ് കാണും, അമ്മയ്ക്ക് വീണ്ടും കണ്ണിനൊരു മൂടലൊക്കെ അനുഭവപ്പെട്ടിരുന്നു. അങ്ങനെ ഞങ്ങൾ തൃശ്ശൂർ കണിമംഗലത്തുള്ള ഐ വിഷനിൽ, അവിടെ തന്നെയാണ് ഓപ്പറേഷൻ ചെയ്തതും, ഐ വിഷനിൽ പോയി ചെറിയൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്തതും അതങ്ങോട്ട് കംപ്ലീറ്റ് മാറി. ഇപ്രാവശ്യം അനിയൻ വന്നിട്ട് ഞങ്ങൾ ശ്രീരംഗത്തൊക്കെ പോയപ്പോൾ കാഴ്ച നല്ല ക്ലിയർ ആയതുകൊണ്ട് തന്നെ അമ്മ വളരെ ഹാപ്പി ആയിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ ശ്രീരംഗം ട്രിപ്പൊക്കെ. അതിൻ്റെ വീഡിയോസൊക്കെ നമ്മുടെ ചാനലിലേക്ക് എടുക്കുന്നുണ്ട്. കുറച്ചുകൂടെയൊക്കെ കറങ്ങണം എന്നുണ്ടായിരുന്നു, പക്ഷെ ശ്രീരാജിന് ഇത്തവണ അധികം ലീവില്ല. പെട്ടെന്നാണ് പോക്ക്, ഒരാഴ്ചയേ ഉണ്ടായിരുന്നുള്ളൂ. അനിയൻ ശ്രീരാജ് വരുന്നത് ഞങ്ങൾ വീഡിയോ എടുക്കാറുണ്ടെങ്കിലും പോണത് എടുക്കാറില്ല. പോണ സമയത്ത് എല്ലാവരുടെ ഉള്ളിൽ ചെറിയൊരു സങ്കടം ഉണ്ടാവും. എന്തിനാ വെറുതെ സങ്കടമുള്ള കാര്യങ്ങൾ ഇങ്ങനെ വീഡിയോയിൽ കാണിക്കണേന്ന് വിചാരിച്ചിട്ടാണ് എടുക്കാത്തത്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഏകദേശം 2 മണിക്കൂറാണ് എയർപോർട്ടിലേക്കുള്ള ദൂരം. എന്തായാലും പോണ വഴിക്ക്
ഏതെങ്കിലും ഒരു സ്പോട്ടിൽ നിർത്തിയിട്ട് ഡിന്നർ കഴിച്ചിട്ട് യാത്ര തുടരാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ എയർപോർട്ട് റോഡിൽ തന്നെയുള്ള മല്ലൂസ് ധാബയിൽ നിർത്തിയിരിക്കുകയാണ്. സംഗതി നോൺ വെജ് ആണെങ്കിലും ഒരു സൈഡ് പ്യുവർ വെജ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അകത്തേക്ക് കയറിയപ്പോൾ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ആംബിയൻസ് ഒക്കെ ഉള്ള റെസ്റ്റോറൻ്റ് ആയിട്ടാണ് തോന്നിയത്. ഞങ്ങളെന്തായാലും ഈ വരാന്ത പോലുള്ള സ്പേസിൽ ഇരുന്ന് കാറ്റൊക്കെ കൊണ്ട് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു. എയർപോർട്ട് പരിസരത്തുള്ള മറ്റ് റെസ്റ്റോറൻറ്റുകളെ അപേക്ഷിച്ച് അത്യാവശ്യം റീസണബിൾ ആയിട്ടുള്ള പ്രൈസായിട്ടാണ് തോന്നിയത്. ഒരുമിച്ചിരിക്കാൻ വിളിച്ചെങ്കിലും ഉണ്ണിയേട്ടൻ ഒറ്റയ്ക്ക് ഇരുന്നോളാന്ന് പറഞ്ഞു. അമ്മയ്ക്ക് അങ്ങനെ പ്ലേറ്റ് എത്തിയപ്പോൾ ഒരു പറ്റ് പുറത്തു പോലല്ലേ, സുഖമായിട്ട് കഴിക്കാം. ഉണ്ണിയേട്ടൻ ബട്ടർ നാനും ദാലുമാണ് പറഞ്ഞത്. അമ്മയ്ക്ക് നാനിൻ്റെ കൂടെ ഒരു മഷ്റൂം മഞ്ചൂരിയനും ഞങ്ങൾക്ക് തന്തൂരി ചിക്കനും പിന്നെ അത് കൂടാണ്ട് 1-2 ഐറ്റംസ് വേറെയും പറഞ്ഞിട്ടുണ്ട്. 2 ചട്നി ഉണ്ട്, ഗ്രീൻ ചട്നി ഉണ്ട്, പിന്നെ മയണൈസാണത്. ഞങ്ങളിവിടെ ഇരിക്കുമ്പോഴേ തൊട്ടപ്പുറത്തുള്ള ടേബിളിൽ നിന്ന് കുറച്ച് പുക വരണ കണ്ടു. അപ്പോൾ അതെന്താ ഐറ്റം എന്ന് വെച്ചപ്പോൾ ഈ വന്ന ഡ്രാഗൺ ചിക്കനായിരുന്നത്. ഈ ഡ്രാഗൺ ചിക്കനായാലും ഇവിടുത്തെ നാനായാലും തന്തൂരി ആയാലും എല്ലാം വളരെ നന്നായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങളെല്ലാവരും ഒന്നിച്ച് ഇങ്ങനൊരു ഭക്ഷണം കഴിപ്പ് ശ്രീരാജിൻ്റെ അടുത്ത വെക്കേഷനോ അതല്ലെങ്കിൽ ദൈവ സാഹചര്യം ഞങ്ങൾ ഗൾഫിൽ പോവുകയാണെങ്കിൽ അവിടെ വെച്ചിട്ടോ ഉണ്ടാവുള്ളൂ. നീ ഒരു 1/4 പീസ് എടുത്തോ, പിന്നെ ഒരു സ്മോൾ പീസ് എടുത്തോ. ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഓർഡർ ചെയ്ത കറികൾ ഉണ്ണിയേട്ടനായിട്ട് ഷെയർ ചെയ്യും. അതുപോലെ ഉണ്ണിയേട്ടൻ്റെ പരിപ്പ് കറി കുറച്ച് ഞങ്ങൾ എടുക്കുകയും ചെയ്തിരുന്നു കേട്ടോ. ദാലൊക്കെ നല്ല അസലായിട്ടുണ്ട്, എനിക്ക് വളരെ ഇഷ്ടമായി. ദാല് മാത്രമല്ല മഷ്റൂം മഞ്ചൂരിയനും സൂപ്പറായിട്ടുണ്ട്. അടിപൊളി മഷ്റൂമും അടിപൊളി ദാലും നല്ലൊരു ഫ്ലേവർ ഉണ്ട് അല്ലേ എല്ലാത്തിനും. അല്ല അടിപൊളിയുണ്ട്. മയണൈസും തന്തൂരി ചിക്കൻ മയണൈസ് കുഴപ്പമില്ല. ഗ്രീൻ ചട്നിയോ ഓ സൂപ്പർ ഗ്രീൻ ചട്നി ഉണ്ട്. അമ്മ കുറച്ചൊരു ഗ്രീൻ ചട്നി എടുത്തോ പോരാ. അങ്ങനെ അടിപൊളിയുണ്ടല്ലേ. മുഞ്ചേട്ടാണ് സലാഡ് മുഴുവൻ ദീപം അതുകൊണ്ടായില്ലേ. ഡ്രാഗൺ ചിക്കനൊക്കെ നല്ല ക്രിസ്പിയും ഫ്ലേവർഫുള്ളൊക്കെ ആയിരുന്നു. കഴിച്ച ഞങ്ങൾ 5 പേർക്കും എതിരഭിപ്രായം ഇല്ലാതെ ഇഷ്ടമായ ഫുഡാണ് ഈ ഒരു മല്ലു ധാബയിലത്തേട്ടാ. അതിൻ്റെ റിവ്യൂ കിട്ടിയില്ല. അങ്ങനെ അടിപൊളിയാ. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഞങ്ങൾ ഒരു ബിരിയാണിയും കൂടി പറഞ്ഞു. ബിരിയാണിയിലേക്കാണ്ട് കിടക്കണതിന് മുമ്പ് ഈ ഒരു ഡ്രാഗൺ ചിക്കൻ എത്രയും പെട്ടെന്ന് അങ്ങോട്ട് തീർക്കണം. അതുകൊണ്ട് കുറച്ച് ഡ്രാഗൺ ചിക്കൻ നാനും കൂടി ഒരു പിടി അങ്ങോട്ട് പിടിച്ചു. തൊട്ട് പുറകെ ലൈമും വന്നു. ശ്രീരാജ് ദീപവും ലൈമാണെങ്കിൽ ഞാൻ ലെമൺ ടീ ആണ് ഇപ്രാവശ്യം പറഞ്ഞത്. എല്ലാം ഒന്ന് ദഹിക്കണമല്ലോ. ഇനി ബാക്കിയുള്ളത് കുറച്ച് ബിരിയാണിയാണ്. അമ്മ തന്നെ ഞങ്ങൾക്ക് 3 പേർക്കും ഈക്വലായിട്ട് വിളമ്പി തന്നു. ഓ സൂപ്പർ ബിരിയാണി. ഇഷ്ടപ്പെട്ടത് അലകല്ലേ. ഇനിയിപ്പോൾ ഒന്നും നോക്കാനില്ല, എത്രയും പെട്ടെന്ന് ഉള്ള ബിരിയാണി മൊത്തം അടിച്ച് തീർത്ത് എയർപോർട്ടിലേക്കുള്ള യാത്ര അങ്ങോട്ട് തുടരുക, അത്ര തന്നെ. എല്ലാം കൂടി ഇപ്പം എത്ര ആയിന്നല്ലേ. ഇതാണ് ഞങ്ങൾ കഴിച്ച ടോട്ടൽ ബില്ല്. അങ്ങനെ ബില്ലൊക്കെ പേ ചെയ്ത് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. ഇനിയിപ്പോൾ അധികം ദൂരമൊന്നുമില്ല, പെട്ടെന്ന് എയർപോർട്ട് എത്തും. അങ്ങനെ വീണ്ടും ഒരു വെക്കേഷൻ കഴിഞ്ഞ് നമ്മുടെ അനിയൻ തിരിച്ചു പോവാണ്. വീഡിയോ ഡിസംബറിലാണ് ഇടുന്നതെന്നുണ്ടെങ്കിലും സെപ്റ്റംബർ ലാസ്റ്റാണ് അനിയൻ പോയത്. ഓണം കഴിഞ്ഞുള്ള സമയമായതുകൊണ്ട് നല്ല തിരക്കായിരുന്നു എയർപോർട്ടിൽ. അപ്പോഴാണ് സ്പീഡ് വിങ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പെയ്ഡ് സർവീസ് കണ്ടത്.
തിരക്കിലൊന്നും പെടാണ്ട് എത്രയും പെട്ടെന്ന് അവൻ അകത്തെത്തി കിട്ടണേ എന്ന് വിചാരിച്ചിട്ട് ആ ഒരു സർവീസ് ഞങ്ങളെടുത്തു. 1000 രൂപയാണ് ഇവർ ഈ ഒരു സർവീസിന് ചാർജ് ചെയ്യണേ. ബോർഡിംഗ് പാസ് വരെ അവരെടുത്ത് തരും. എവിടെയും നമ്മൾ ക്യൂ നിൽക്കേണ്ട കാര്യം പോലില്ല. ഓക്കെ ഓക്കെ. ബോർഡിംഗ് പാസ് കിട്ടിയിട്ട് ശ്രീരാജിൻ്റെ കോളം വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു ഞങ്ങൾ. ഇങ്ങനെ വെറുതെ നിൽക്കണേക്കാളും നല്ലത് ഓരോ ചായയൊക്കെ കുടിച്ച് നിൽക്കണല്ലേ. ഈ ചായക്ക് എത്ര ലാഭമായില്ലേ? അപ്പോൾ എയർപോർട്ടിൽ 70 രൂപയ്ക്ക് മാത്രമല്ല 30 രൂപയ്ക്കും ചായ കിട്ടില്ല. അതിപ്പോൾ അധികം വൈകാണ്ട് തന്നെ ബോർഡിംഗ് പാസ് കിട്ടിയിട്ട് ശ്രീരാജിൻ്റെ കോളും വന്നു. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. അപ്പോൾ അടുത്ത പ്രാവശ്യം കാണാം. ഓക്കെ. നിറച്ച് ദീപടെ കൊടുക്കാം. അമ്മടെ കൊടുത്താ. എന്നാ ഓക്കെ, ഞങ്ങൾ ഇറങ്ങണപ്പാ. ഓക്കെ. അപ്പം അങ്ങനെ ശ്രീരാജ് പോയി. ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരയ്ക്കും ബൈ.